ഹലോ അസ്സാം വലൈക്കും. ഇതെങ്ങടെ പോകണമെന്ന് വെച്ചാൽ ഞങ്ങളെ റൂമിലത്തെ ഒരു മാഷുണ്ട്. അയാൾ ഞങ്ങളെ വണ്ടിയുടെ ഒരു ഓഫീസിൽ കൊണ്ടുപോകും കേട്ടോ. അവിടുന്ന് വണ്ടി എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. എങ്ങടെ പോകണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു കനാലുണ്ട്, ഇത്രേ നല്ല ഭംഗിയാണ് കാണാനെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിലൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. മാഷ് ഞങ്ങളെ എവിടെ ഇറക്കി തരാറുണ്ട്? വണ്ടിയുടെ ഓഫീസിൽ കേട്ടോ. അതാ ഇവിടെ വണ്ടിയുടെ ഓഫീസിലെത്തി. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയാണ് ഇവിടെ, അതെടുത്തിട്ട് ഞങ്ങൾ നേരെ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടില്ല, നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലിങ്സിൽ, സത്യം പറഞ്ഞാൽ മനസ്സിനൊരു കുളിർമഴ എന്നൊക്കെ പറയില്ലേ, അതന്നെ. കണ്ടോ, ഇവിടുത്തെ ഒരു കനാലാണിത്. പച്ച കളറിലുള്ള വെളുത്ത വെള്ളം അങ്ങനെ പറയാം. തിരമാലകൾ പോലെയുണ്ടോ ഇത്, കണ്ടോ? കണ്ടോ, തിരമാലകൾ പോലെയാണ് ഇതിങ്ങനെ ഒഴുകണത്. എന്ത് ഭംഗിയാണ് കാണാനെന്നറിയാം. ഇതിലേക്ക് ഇറങ്ങാൻ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആഴം എങ്ങനെയാണ് എത്രയാണെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ അവിടെ കിടന്നിട്ട് ആർക്കൊക്കെയോ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത്, അതായത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് റോഡ് ക്രോസ് ചെയ്താൽ ഇതിൻ്റെ ഉറവിടം കാണാം. ഇതുണ്ടോ, ഇവിടെ ഒരു പാലമാണ് കേട്ടോ. ഈ പാലത്തിൻ്റെ താഴത്തു കൂടെയാണ് ഈ വെള്ളം പോണത്. പക്ഷെ അപ്പുറത്ത് വേസ്റ്റൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ കണ്ടില്ലോ, അങ്ങനെ നീണ്ട് കിടക്കുകയാണ് ഈ കനാൽ കേട്ടോ. ഇലകളൊക്കെ വീണിട്ട് ഇവിടെ അങ്ങനെ ഈ ബണ്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് കൂടെയാണ് ഈ തിരമാലകൾ പോലെ ഒഴുകണത് കേട്ടോ. പിന്നെ ഇതിനപ്പുറത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലം ഉണ്ട് കേട്ടോ. അമ്പലത്തിലേക്ക് എടുക്കാനാണെന്നും അറിയില്ല, എടുക്കാനാണോ അങ്ങനെയൊന്നും അറിയില്ല. ഒരു ഇങ്ങനെ പറയാം, ഒഴുകാത്ത അങ്ങനെ ഒരു വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. എത്ര കണ്ടിട്ടും മതി വരുന്നില്ല എനിക്ക്. ഞാൻ കുറേ സെൽഫിയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് ഞാൻ തിരിച്ച് എൻ്റെ എന്താ പറയുക, കെട്ടിയൻ്റെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ. എന്തായാലും ഈ ഭംഗി, എത്ര പ്രകൃതി ഒരു ഭംഗി തന്നെയാണ് കേട്ടോ, സത്യം പറയാലോ. ഇതൊക്കെ കാണുമ്പോഴേ ചെറിയ കുട്ടിക്കാലത്തിൽക്കൊണ്ട് എന്താ ആണ്ട് ഒഴുകിപ്പോവാണ്. ഇനി ഒഴുക്ക് പോലെ അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് ചെയ്യട്ടോ. ഓക്കെ.